ഇന്ന് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ കനത്തമായ പോളിംഗ് ആണുള്ളത്. നമുക്കെന്നാലും ഇവിടുത്തെ നാട്ടുകാരോടൊന്ന് അഭിപ്രായം ചോദിച്ചാലോ? വാ, എന്താണ് ഇന്നത്തെ ഇലക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താണ് നാദാരം മണ്ഡലം അഭിജിത്തിന്റെ തൂക്കും ഉറപ്പാ. അഭിജിത്ത് 4000-ന്റെ 5000-ന്റെ ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ജയിക്കില്ല, ഉറപ്പല്ലേ? നാദാപുരം മണ്ഡലം അഭിജിത്ത് ഉൾപ്പെടെ 100 സീറ്റിൽ UDF തൂത്തുവാരും കേരളം UDF ഉണ്ടാവും. അതുപോലെ തന്നെ പിണറായി വിജയന്റെ അന്ത്യം കുറിക്കലാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അഭിജിത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എന്തായാലും അഭിജിത്ത് ഇപ്രാവശ്യം നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്താക്കും വിജയിക്കും. നല്ല ഇലക്ഷനാണ്, ചൂടാണ്. പിന്നെ അഭിജിത്ത് ജയിക്കണം. അതായത് വസന്തം വിജയിക്കും. നല്ല ഭൂരിപക്ഷം അയറ്റാ വികസനമല്ല വിജയേട്ട ഇവിടെ ചെയ്തേ. പിന്നെ ഇപ്രാവശ്യത്തെ എന്തായാലും ഇലക്ഷനിൽ അഭിജിത്ത് പൊടി പാറ്റുമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇക്കുറി ആരാ നമ്മുടെ നാദാപുരത്ത് ജയിക്കും? നാദാപുരത്ത് അഭിജിത്ത് 5000 വോട്ടിന്റെ മേലെ ഷുവറായിട്ട് ജയിച്ചു. ജയിക്കും ഷുവർ. നല്ല തരംഗമുണ്ട്. ഈ തരംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 50 കൊല്ലത്തോളമായി ഈ ഇടതുപക്ഷ ഭരണം, അതായത് ഈ MLA എന്താക്കുന്ന ഈ വളയം പഞ്ചായത്തിലുണ്ടാകുന്നത്. ഇക്കുറി എന്തായാലും അത് മാറും. ഇലക്ഷനെ പറ്റിയിട്ട് വളരെ സമാധാനപരമായിട്ടാണ് കേരളത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടി പോന്നാ ചുരുങ്ങിയ മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആരെ വിജയിക്കുന്നാണ് തോന്നുന്നത്? ഇടതുപക്ഷത്തിന് തന്നെ കഴിഞ്ഞവരത്തെക്കാട്ടും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി പിണറായി ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുന്ന എൻ്റെ വിശ്വാസം. നാദാപുരത്ത് ആരായിരിക്കും? നാദാപുരത്ത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും P. വസന്തം വിജയിക്കും. ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റും. ഭൂരിപക്ഷം കഴിഞ്ഞവരത്തെക്കാട്ടും ഭൂരിപക്ഷം വർദ്ധിക്കുവാനാണ് എൻ്റെ അഭിപ്രായം. ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയൊഴുക്കുണ്ടാകുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും. അത് ആർക്കും പ്രവചനാതീതമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനെയാണ് ഇപ്രാവശ്യം കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ കേരളത്തിൽ പയ്യന്നൂർ മുതൽ പിന്നെ തൃക്കരിപ്പൂർ മുതൽ അമ്പലപ്പുഴ വരെ പോയ ഒരാളാണ്. അപ്പോൾ അടിത്തട്ടിലുള്ള ജനങ്ങളിൽ നിന്നെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരെല്ലാം ചിന്തിച്ചതുപോലെ ഒരു വോട്ടായിട്ട് വരികയാണെങ്കിൽ എന്തു ചെയ്യും, പിന്നെ വളരെ ആരും പ്രതീക്ഷിക്കാതെ ഒരു വിജയം UDF ഉണ്ടാവുന്ന എൻ്റെ ഒരു നിഗമനം. നാദാപുരത്ത് അഭിജിത്ത് ഒരു ചെറിയ മാർജിനിലെങ്കിലും ജയിക്കുവാനുള്ള സാധ്യതയാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് എന്ത് ചെയ്യുന്നത് ബോധ്യപ്പെട്ട്. ഭൂരിപക്ഷം പറയാൻ പറ്റില്ല. ഭൂരിപക്ഷം ഒരു സ്ഥലത്തും നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് SDPIൻ്റെ വോട്ട്, പിന്നെ BJPക്കാർ എങ്ങനെ നീങ്ങുന്നത് എന്നുള്ളത്, അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പേരാമ്പ്രയിൽ പിന്നെ അട്ടിമറി വിജയം ഉണ്ടാവുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ പോയിട്ടുള്ള വിവരമാണിത്. ഞാനൊരു രാഷ്ട്രീയ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രക്കാർ പോകുന്നത് പോലെ നടത്തിയിട്ടുള്ള പ്രവചനമാണ്. അല്ലാണ്ട് എൻ്റെ ഇന്ന ആഗ്രഹം പറയുന്നതല്ല. ഇന്നയാൾ ജയിക്കണം തോക്കണം ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ പറയുന്നതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു LDFകാരനാണ്, അടിയുറച്ചൊരു LDFകാരനാണ്. പക്ഷേ സത്യം പോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതുപോലെ കൊയിലാണ്ടിയിലും ഒരു അട്ടിമറി വിജയം ഉണ്ടാവും. പിന്നെ ബേപ്പൂർ ഞാൻ ലാസ്റ്റ് ദിവസം ഞാൻ പോയിരുന്നു. രാത്രി 2:30 മണിക്കൂർ പിന്നെ ആയിരക്കണക്കിന് ആളാണ് അവിടെ ഉള്ളത്. അതിൽ നാട്ടുകാരുണ്ട്, പുറത്തുള്ള ആൾക്കാരുണ്ട്. അവിടെ ടൈറ്റ് മത്സരമാണ് ബേപ്പൂരും കുന്നുമംഗലവും നടക്കുന്നത്. ഇലക്ഷൻ നമ്മുടെ UDFന്റെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അഭിജിത്ത് ജയിച്ചു കഴിഞ്ഞ് 3750 വോട്ടിന് ജയിച്ചു. വനിതാ ലീഗിന്റെ MSFന്റെ പ്രകടനമായതാണ്. വനിതാ ആൾക്കാർ അവിടെ മൊത്തം കൈകാര്യം ചെയ്യുന്നത്. അഭിജിത്തല്ലാണ്ട് പിന്നെ ആര് ജയിക്കുന്ന ഉറപ്പ് തന്നെയല്ലേ? അഭിജിത്തല്ലാണ്ട് ഇവിടെ തരങ്ങില്ലല്ലോ. അഭിജിത്ത് തന്നെ ജയിക്കും. അമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷം പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും സുനിശ്ചിതമായ വിജയമാണ്. വസന്തോ ഉറപ്പല്ലേ? 100%. ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്തായാലും ഉണ്ടാണ്ടേ. നാദാപുരം ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇനി മറിയേണ്ട ചാൻസ് ഇല്ല. ഒരു ഇലക്ഷന് UDF കേരളം ഒട്ടാകെ തൂത്തുവാരുന്നതായിരിക്കും. ചെറുമോത്തെല്ലാം പമ്പിച്ച പോളിംഗ് ശതമാനമാണ്. ഇപ്പോൾ വൻ തിരക്കാണ്. നമ്മുടെ വസന്തോ ഒരു 3000 വോട്ടിനും ജയിച്ചങ്ങ് ഒരു 87 സീറ്റ് LDFന് കിട്ടുകയും ചെയ്യും. പിണറായി വിജയൻ തന്നെ നല്ല ഭൂരിപക്ഷത്തോടെ ഭരിക്കും. ഇപ്രാവശ്യം നമ്മൾ അഭിജിത്ത് തന്നെ ജയിക്കും. ഭൂരിപക്ഷം 10000-ന്റെ ചോട ഉണ്ടാവും. നല്ല ജയം തന്നെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. UDF അല്ലാണ്ട് വേറെ ആരും വിജയിക്കാൻ നാദാപുരത്ത് അഭിജിത്ത് ഭൂരിപക്ഷം 7000-ന്റെ മേലെ അല്ലാണ്ട് കുറയൂല. ചെയ്തിട്ടില്ല, വോട്ട് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുള്ളൂ. ലാസ്റ്റാണ് ചെയ്യല്. എല്ലാവരെ കൊണ്ടും ചെയ്തതിനു ശേഷം മണ്ഡലം വോട്ട് ചെയ്യൂ. ആർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെന്ത് പറയാനാ, നമ്മുടെ കൈചിഹ്നത്തിൽ നമ്മളെ മുത്തായ അഭിജിത്തിന് വേണ്ടി 5000 വോട്ടിൻ്റെയും 6000 വോട്ടിൻ്റെയും അഭിജിത്ത് നാദാപുരം വിജയിച്ചിരിക്കും. അതായത് UDFന് നമ്മളെ നാദാപുരം മണ്ഡലം അടക്കം ഏകദേശം 80-ൻ്റെയും 100-ൻ്റെയും അടുക്ക് സീറ്റ് കിട്ടും.
നല്ല ഭൂരിപക്ഷം ഉണ്ടോ? ഇപ്രാവശ്യം LDF തൂത്തുവാരും ആ നാദാപുരത്ത് നാദാപുരത്തിൽ ഒരു 10,000 15,000 അടുക്ക് ഭൂരിപക്ഷം. LDF തരംഗം പക്കയാ, ഒന്നും നോക്കണ്ട അങ്ങോട്ട്. ഇക്കുറി നമ്മുടെ ഇലക്ഷൻ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ ചങ്ങാടി ജയിപ്പിക്കണം. അഭിജിത്ത് ജയിക്കുവാ? ഭൂരിപക്ഷം 4,000 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഒത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അങ്ങനെ പ്രവചിക്കുന്നില്ല. എന്തിനായാലും ഒരു മാന്യമായ ഭൂരിപക്ഷത്തിന് നാദാപുരം സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കും, യാതൊരു സംശയമില്ല. അത്ര നല്ല പെർഫോമൻസാണ്. CPM മേഖലയിൽ ഉൾപ്പെടെ വ്യാപകമായ രീതിയിൽ UDF അനുകൂലമായ തരംഗമാണ്. നമ്മുടെ ഇലക്ഷനിൽ ആരാ ജയിക്കുക? UDF. എത്ര ഉണ്ടാവും ഭൂരിപക്ഷം? നാദാപുരത്ത് എത്ര ഉണ്ടാവും ഭൂരിപക്ഷം? അത് പറയാൻ പറ്റില്ല. അടുത്ത വർഷം തന്നെ ആയിരിക്കണം. അമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാവും? കുറച്ചുണ്ടാവും. ഇലക്ഷനെ പറ്റിയിട്ട് എന്ത് പറയാനാ, ഇപ്പോൾ നമ്മൾ ഉള്ളത് ചെറുപ്പത്താണ്. എൻ്റെ ബൂത്തിൽ ഇവിടെ നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UDF വിജയം ഉണ്ടാവും 100%. അതിൽ സംശയമില്ല. ഭൂരിപക്ഷം പറയാൻ പറ്റും? ഭൂരിപക്ഷം എന്തായാലും 10 എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. 100%. കേരളം കിട്ടുമോ? കേരളം കിട്ടും. 100ൻ്റെ അടുത്ത് തന്നെ എന്താക്കൂ, സീറ്റ് കിട്ടുകയും ചെയ്യൂ. നല്ലൊരു വിജയം ഇവിടെ കൈവരിക്കൂ. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കഴിഞ്ഞു. നാദാപുരത്ത് KM അഭിജിത്ത് വ്യക്തമായ ലീഡിന് നാദാപുരം പിടിക്കും. നല്ല ഭൂരിപക്ഷം. ചരിത്രത്തിൽ ആദ്യമായി 5 പതിറ്റാണ്ടുകളെ ഇടതുപക്ഷത്തിൻ്റെ കോട്ട തകർത്ത് അഭിജിത്ത് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഒരു 5,000 വരെയുള്ള ലീഡിന് ജയിക്കും. ആരായിരിക്കും നാദാപുരത്ത് ജയിക്കുക? തീർച്ചയായും അഭിജിത്ത്. ഭൂരിപക്ഷം 9 ഭൂരിപക്ഷം ഉണ്ടാവില്ല. നല്ല വികസനം തുടർന്ന പാർട്ടിയാണ് നമ്മൾ. നാദാപുരത്ത് ആരായിരിക്കും? നാദാപുരത്ത് LDF തുടരും. ഭൂരിപക്ഷം പറയാൻ പറ്റും? ഭൂരിപക്ഷം 5,000ൻ്റെ മുകളിൽ എന്തായാലും പോകും. അത് UDF തന്നെ വയ്ക്കും, 100%. ഭൂരിപക്ഷം പറയാൻ പറ്റും? ഒരു 7,000ൻ്റെ മേലെ. അതെന്ത് പറയാനാ, നമ്മുടെ സ്ഥാനാർത്ഥി അഭിജിത്ത് തന്നെ വിജയിക്കും. ഭൂരിപക്ഷം പറയാൻ പറ്റും? ഒരു 10,000ൻ്റെ ചോടിയായിട്ട് വിജയിക്കും. വിജയം ഉണ്ടാവും? എന്തായാലും ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. എന്താണ് നമ്മൾ UDF ജയിക്കും, ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കാൻ എന്തായാലും ജയിക്കും. അഭിജിത്ത് ജയിച്ച് 3,500 4,000ൻ്റെ അടുക്ക് ഉറപ്പിച്ച്, യാതൊരു സംശയമില്ല. ശക്തമായ പോളിംഗ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. അഭിജിത്തിന്റെ ഒരു വളരെ മികച്ച ഒരു വിജയം, നല്ല ഭൂരിപക്ഷത്തിന്, ഒരു 10,000ൻ്റെ അടുത്ത് ഭൂരിപക്ഷത്തിന് കേരളം കിട്ടുന്നതിന് പറയാനാ ഉള്ളതല്ല, ഉറപ്പന്നെ ഉറപ്പായിട്ടുണ്ടാവും. ഇലക്ഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ക്രിട്ടിക്കൽ പോരാട്ടം തന്നെയാണ്. വിജയം ഉണ്ടാവുമെങ്കിലും ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാലും കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയൊരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ട്. അത്രക്കും അടുത്തു വയ്ക്കാൻ ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും UDF തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലുള്ളത്. പഠിച്ചതിനെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാദാപുരത്ത് വസന്തം ജയിക്കും. വലിയ ഭൂരിപക്ഷം ഉണ്ട്, 5,000 വോട്ടിന് താഴെ. കേരളം കിട്ടുമായിരിക്കും. ഇപ്രാവശ്യം എല്ലാവരും ഭയങ്കര ആവേശമായിട്ടാണ് അഭിജിത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും അഭിജിത്ത് വരും. നല്ല ഭൂരിപക്ഷം 6,000 ഭൂരിപക്ഷം. 6,000 ഭൂരിപക്ഷം. KM അഭിജിത്ത് കൊണ്ടോ 100%. ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, 100% ജയിക്കും.